അപ്പൊ എല്ലാവരും കൂടെ വാ, അടുത്തേക്ക് അടുത്തേക്ക്. രണ്ടും കൊച്ചുനേരം എത്തിച്ചു. പുറകെ കിട്ടും. ഇങ്ങോട്ട് ചന്ദനത്തിന് എല്ലാവരും അവിടെ കസേരകളിൽ ഇരിക്കുക. കൊണ്ട് നടക്കാൻ പാടല്ലേ. കഴിഞ്ഞ മാസം രാത്രി ഉറങ്ങിയപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ആശയം തോന്നിയതാണ്, നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണം എന്നുള്ളതിനെ തോന്നി. അതനുസരിച്ച് ദിനേശാച്ചനെയും കൊച്ചന്മാരെയും എല്ലാവരും വിളിച്ച സമയത്ത്, അതേപോലെ കൊച്ചനെ വിളിച്ച സമയത്ത് നല്ലൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ടൊരു കുടുംബ സംഗമം എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത കുടുംബത്തെ സംബന്ധിച്ച് ആദ്യം നമ്മൾ 26-ാം തീയതിയാണ് തീരുമാനിച്ചത്. പക്ഷെ കൂടുതൽ പേർക്ക് വരാനുള്ള സൗകര്യം ഇന്നാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിന്ന് നിശ്ചയിച്ചു. അങ്ങനെ പരിപാടി ആരംഭിച്ച സമയത്ത് ചാച്ചന്റെ ഭാഗത്തും ഒരു നിർദ്ദേശം വന്ന് നമുക്ക് ചെറിയൊരു വരുന്നവരെല്ലാവരും ചെറിയ ചെറിയ എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബത്തിലുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വൈഷ്ണവിയുടെ സിംഗപ്പൂർ യാത്ര നടത്തിയ സമയത്ത് ആ യാത്രയെ സംബന്ധിച്ച ഒരു വിവരണം, യാത്രാ വിവരണം എന്നുള്ളൊരു പുസ്തകം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനൊരു പുസ്തകം ഇറക്കി. അത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ ഒരു സന്തോഷം എന്നതിലേക്ക് ഈ കൂടിച്ചേരലില് നമ്മളൊരു ആദരവും കൂടി നടത്താൻ നമ്മളെല്ലാവരും സന്തോഷം പകരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ആ ചടങ്ങാണ് നമുക്ക് നടക്കുക. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെറിയ കസേരകളി, അതുപോലെ ഒറ്റകളിൽ ചെറിയ മത്സരങ്ങൾ നടത്തി ഭക്ഷണം കഴിക്കുക, പരസ്പരം വേണ്ടി നമ്മുടെ കുടുംബ വിശേഷങ്ങൾക്ക് പങ്കുവയ്ക്കുക. അതിനുശേഷം ചായ കഴിച്ച് പിരിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ കുടുംബയോഗത്തിന്റെ പ്രാർത്ഥന കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വൈഷ്ണവി ക്ഷണിക്കുകയാണ്. അതിനുശേഷം സ്വാഗതം കഴിഞ്ഞ് കൊച്ചച്ഛൻ അധ്യക്ഷ ഭാഷണം നടത്തും. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും നമുക്ക് വൈഷ്ണവിക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാവരും സംസാരിക്കുക. നമുക്ക് കുറഞ്ഞൊരു സമയം കൊണ്ട് തീർക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് വൈഷ്ണവി സുന്ദര ഭാഗ്യാനന്ദേ മായ സൂരിധനാധാരേ സുന്ദര രാജ സഹോദരി ഗൗരി സുഗതരി സതതമഹം
നമ്മുടെ ഈ തറവാട്ടിലെ പാപ്പൻ, അമ്മ, അതേപോലെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഓരോരോ ബന്ധുക്കളും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാത് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ മുതിർന്നവരെ നമ്മൾ ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും മൗനമായിട്ട് അവരെ ഉണർത്തണം. അതാത് കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ പാപ്പനും അമ്മയും ഉണ്ട്, പിന്നെ എൻ്റെ അച്ഛനുണ്ട്. കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് നമ്മുടെ തൃശ്ശൂർ ചാച്ചൻ മരണപ്പെട്ടത്. എല്ലാവരെയും അതാത് കുടുംബങ്ങളിലെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ നമസ്കാരം. ഇത് പറയുകയാണെങ്കിൽ ഹരേശൻ ഒരു ദിവസം എന്നെ വിളിച്ച് പറയുകയാണ്, ചാച്ചാ നമുക്ക് ഇങ്ങനൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ്. നമ്മൾ കുറേ നാളുകളായി ഇത് എന്തോ ഒരു ഓണത്തിന് ആ ഡേറ്റിനൊക്കെ ഓർമ്മയില്ല, അന്നാണ് നമ്മളെല്ലാവരും കൂടി കൂടിയത്. പിന്നെ അതിന് ശേഷം നമ്മൾ പലയിടത്തും കാണുമായിരുന്നു, കണ്ടാലും ഇങ്ങനെ സംസാരിക്കും, പക്ഷെ നമ്മൾ ഒത്തുകൂടിയിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നി. ആ എടുത്ത പറ്റിനെ കരേശനൊരു ബിഗ് സല്യൂട്ട് ഞാൻ ഈ സമയത്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയലാണ്. ഈ വേദി അധ്യക്ഷ പദവി അലങ്കരിക്കാൻ എത്തിച്ചേർന്ന ശ്രീ അയ്യപ്പൻകുട്ടി അവർക്ക് ഈ യോഗത്തിലേക്ക്, ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്ത വേദിയിലിരിക്കുന്ന തങ്കമ്മ വേലായുധനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ക്യാഷ് അവാർഡ് സമർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പാർക്കുട്ടി വേലായുധനും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവർക്കും ഒറ്റ ബാക്കി എല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ഈ സംഗമത്തിന് എത്തിയ നമ്മുടെ എല്ലാം കുടുംബം നമ്മുടെ ഈ കുടുംബത്തിന് ഇതിന് മുമ്പൊരു സംഗമം നടന്നു. അത് ഞാൻ ഇവിടെ ഓർക്കാണ്. അന്നത്തെ ആ സംഗമം ഇത്ര അപകടത്തിലേക്ക് നീങ്ങുന്നെന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു വലിയ സംഗമം തന്നെയായിരുന്നു. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ഇത്തരം ആളുകൾ നമുക്കുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു സംഗമം നമുക്കിവിടെ നടന്നതാണ്. എന്തോ നിർഭാഗ്യവശാൽ അത് തുടരാൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ സംഭവം എന്നെ വിളിച്ച് കലേശം പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷം തോന്നി എനിക്ക്. കാരണം ഈ അടുത്ത തലമുറ എന്ന് പറയുന്നവർക്ക് ഇങ്ങനെയൊന്ന് കൂടണം എന്ന് തോന്നിയത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ പിള്ളേർ പഠിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ഭാവിയും അതുപോലെ നമ്മുടെ സംസ്കാരവും ഒക്കെ നമുക്കും ഉണ്ട്. ചില പൈതൃകങ്ങളൊക്കെ അതൊക്കെ അറിയാനും കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ. എല്ലാ സ്ഥലത്തും കുടുംബ സംഗമം നടക്കുന്നുണ്ട്. നമുക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്കൊന്നുമില്ല. നമ്മുടെ ആ ഒരു വിഭാഗം ജനങ്ങള് സംഘടിക്കുകയോ അതുപോലെ കൂടിച്ചേരുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലില്ല. നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും അടുത്ത തലമുറയെങ്കിലും വരുന്ന തലമുറ ഇതൊക്കെ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വൈഷ്ണവി ഇതിനൊരു കാരണക്കാരിയായി. യഥാർത്ഥത്തിൽ നന്നായി. നമ്മൾ വരുമ്പോൾ ഇതുപോലെ അടുത്ത ആൾക്കും ഇവിടെ ഇരിക്കുന്ന മറ്റ് കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ നമുക്കും കിട്ടും എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം അടുത്ത നെക്സ്റ്റ് ജനറേഷൻ കണ്ട് പഠിക്കും. അപ്പൊ അതിനുള്ളൊരു അവസരം കൂടിയാണത്. മാത്രമല്ല ഈ നമ്മൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ഒരുപാട് വിഷയങ്ങൾ, അതിൽ ഏതെങ്കിലും അപ്രധാനമായ ഒരു വിഷയമാണെങ്കിലും എടുത്തൊരു പുസ്തകം രചിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേഖനങ്ങൾ തയ്യാറാക്കുക, ഇതൊക്കെ
അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അറിവിന്റെ ഒരു വിപുലീകരണം കൂടിയാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ലഭിക്കുന്നത്. പിന്നെ അവർ കൂടുതൽ വായിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അടുത്തുള്ള വായനശാലകളിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ വേണം. എന്തെങ്കിലും ട്രെയിനിങ് സെന്ററുകളിൽ നമ്മുടെ ആളുകൾക്ക് ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി സ്വകാര്യമായ പ്രാക്ടീസ് അവർക്ക് നേടിയെടുക്കുന്നതിനും IAS കോച്ചിങ്ങൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനോടൊന്നും അത്ര താല്പര്യമില്ല. നമ്മുടെ പിള്ളേർക്ക് അതിന് പോകുന്ന സംശയമുണ്ട്. പോകും, നമ്മുടെ പിള്ളേർക്ക് പോകാൻ പറ്റും, നമ്മുടെ പിള്ളേർക്ക് കഴിവുള്ളവരുണ്ട്. അവർ നമ്മൾ ഇതുപോലെയുള്ള വഴികൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കുടുംബ സംഗമത്തിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഉള്ളത് കൊണ്ട് ഒരു നേരമാണെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം, അത് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നേരത്തെ ഒരു PS വേലായുധൻ ഇവിടെ വരുന്ന സമയത്ത്, നമ്മളത് അത്ര അങ്ങോട്ട് വലുതൊന്നുമല്ല, ചെറുപ്പമാണ്. ആ വരുന്ന സമയത്ത് 4 പേരുള്ളൂ ഭക്ഷണം കഴിക്കാൻ. 4 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് വേലായുധൻ നിർബന്ധ. എല്ലാവരും പിടിച്ചിരുത്തി അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഒരുമിച്ച ഭക്ഷണം കഴിക്കുള്ളൂ. ഒരിക്കലും മാറിയിരുന്ന് ഭക്ഷണം കഴിക്കില്ല. എല്ലാവരും കൂട്ടത്തോടെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിക്കുക. അത് ഒരു പുള്ളിയുടെ ഒരു സ്വഭാവമായിരുന്നു അത്. അങ്ങനെ അത് നേരത്തെ അവിടെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ ശരി, അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചിരുത്തി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ആ ഒരു ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ ഒരുപാട് ആസ്വദിച്ചു ജീവിതമൊക്കെ. കാരണം അവരുടെ അറിവുകളൊക്കെ നമുക്കും കിട്ടി. കുറേയൊക്കെ അവർ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രായോഗികമായി വിനിയോഗിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ഇപ്പം ചെയ്ത ഗണേശനും ദിനേശനും കൂടി തോന്നിയ ഒരു നല്ല കാര്യം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അതിലുപരിയായി വൈഷ്ണവിയെ മിടുക്കിയാണ്. അതെല്ലാം അതിന്റെ രക്ഷകർത്താക്കൾ കണ്ടെത്തി അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നടത്തി അത് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. ആര് തടസ്സാലും അവൾക്ക് എത്തേണ്ട സ്ഥലത്ത് അവിടെ എത്തിച്ചേരും. അതിനുള്ള ഒരു ആർജവം ഈ ബുക്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് മുഴുവൻ വായിക്കാൻ പറ്റില്ല. കാരണം ഇത് വായിക്കാൻ പറഞ്ഞാൽ ഞാൻ മറ്റേ പ്രീ ഡിഗ്രിക്ക് തോറ്റത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അറിയാലോ നമ്മൾ സ്റ്റാൻഡേർഡ് എന്തോരുണ്ട്. അപ്പൊ അത്രയും വരെ പിന്നെ അതുകൊണ്ട് തന്നെയാണ് കൊമേഴ്സ് എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് പോകും. അപ്പൊ കൊമേഴ്സ് എടുത്ത് പോകാൻ കാരണം അതാണ്. ഒന്നും വഴികൾ പറഞ്ഞു തരാൻ ആരുമില്ല. നമുക്കൊരു പാത ഇങ്ങനെ വെട്ടിത്തുളർന്ന് തരാൻ പറ്റിയ വിദ്യാഭ്യാസമുള്ളവർ ഇല്ലാതെ ആയിപ്പോയി. അല്ലെങ്കിൽ പറയുന്ന മോനെ ഇന്ന വിഷയത്തിന് പോയാൽ ഇന്ന ജോലിയുടെ സാധ്യതയെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പോയനെ. അതൊന്നുമില്ല. നമ്മൾ തന്നെ തോന്നിയായി പഠിക്കുന്ന തോന്നിയായി കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെയാണ് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, അടുത്ത ചിട്ടയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിലേക്ക് നമ്മുടെ പിള്ളേരെ പറഞ്ഞു വിടണം. നമ്മുടെ പിള്ളേരെ നന്നായി പഠിപ്പിക്കണം. ഇനി നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ എത്തിച്ചേർന്നു. അവരും നല്ല നിലയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഈ കൂട്ടായ്മയൊക്കെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും നേരുന്നു. പ്രത്യേകിച്ച് വൈഷ്ണവി അടുത്ത ബുക്ക് കൂടി വലിയ താമസം കൂടാതെ നീ എഴുതണം. തീർച്ചയായിട്ടും നല്ലൊരു വിഷയത്തെ കണ്ടെത്തി ഒരു ബുക്ക് വീണ്ടും എഴുതണം. നിനക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ ഈ കുടുംബ സംഗമത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. തീർച്ചയായും ധൈര്യമായി മുന്നോട്ട് പോവുക. നിനക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചെറിയൊരു ഇത് പറഞ്ഞു എല്ലാവർക്കും ശരിക്കും പറഞ്ഞ അമ്മ അച്ഛനും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാ. ഞാനും കുറച്ചൊക്കെ എഴുതി ആദ്യം. പക്ഷെ പെട്ടെന്ന് മടിയൊക്കെ പിടിച്ച് പിന്നെ ലാസ്റ്റ് അമ്മ അച്ഛനും പറഞ്ഞിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ആയി ചെയ്തത്. അതായത് പകുതി എല്ലാം മമ്മിയും അമ്മയ്ക്ക് അച്ഛനാ. പകുതി
എല്ലാം നന്ദി അമ്മയ്ക്ക് അച്ഛനും. പകുതി വേറെ എല്ലാവർക്കും എനിക്കാകെ കുറച്ചെണ്ണുള്ളൂ. ഞാൻ കുറച്ച് അതൊക്കെ എഴുതി അത് ഇത് പബ്ലിഷ് ചെയ്തതും പൈസ കൊടുത്തതും പിന്നെ സപ്പോർട്ട് ചെയ്തതും എല്ലാം എന്റെ അമ്മയും അച്ഛനും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട് മിലു. അവളെന്നെ ഹെൽപ്പ് ചെയ്തു. ഇവരെല്ലാവരും കൂടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഹൈറ്റ് കൂടുതലാണ്. എല്ലാം നന്ദി അമ്മയ്ക്കും അച്ഛനും കൂട്ടുകാരികൾക്കും പിന്നെ ടീച്ചറും എല്ലാവർക്കുമാണ്. കുറച്ചിരിക്കും ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞാക്കൾക്കും ഇങ്ങനെ കുറച്ച് കൊറേ എനിക്ക് സപ്പോർട്ട് ചെയ്തതും എന്നെ എൻകറേജ് ചെയ്തതും എല്ലാം ഇവർക്ക് എല്ലാവർക്കും ആണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. ഇനി കുറെ ബുക്കുകൾ എഴുതാൻ എനിക്ക് അനുഗ്രഹം കിട്ടട്ടെ. നന്ദി. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാനത് വിചാരിച്ചിരുന്നില്ല. പിന്നെ വൈഷ്ണവിയെ കുറിച്ചിട്ട് ഞങ്ങളെ പോയ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോ ശാലിനി ആണ് കുറച്ച് നിർബന്ധിച്ച് എഴുതിച്ചത്. അപ്പൊ എന്ത് എഴുതി വെക്കുന്നു എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് ശാലിനി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് എന്തോ ഒരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങള് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച്, അതായത് ഞങ്ങൾക്ക് അധികം ഇതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. അപ്പൊ കുറച്ച് ധാരണയുള്ള 2-3 പേരൊക്കെ ആയിട്ട് ഇത് സംസാരിച്ചു. അങ്ങനെ ഇത് ബുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങളത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ക്വാളിറ്റി ശരിക്കും വൈഷ്ണവിയിൽ തന്നെയാണ്. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് മാത്രം നമ്മൾ ചെയ്തിരുന്നത്. ബാക്കിയെല്ലാ എഫേർട്ടും കഴിവും വൈഷ്ണവിയുടെ തന്നെയാണ്. അപ്പോ എല്ലാവർക്കും താങ്ക് യു, വളരെയധികം നന്ദിയുണ്ട്. ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് ആരാണ് അറേഞ്ച് ചെയ്തതെന്നും അറിയില്ല. എന്നാലും വളരെയധികം നന്ദി. എന്നും ഫുഡിന്റെ കാര്യവും ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഇത് അത് അറിഞ്ഞില്ല. എന്തായാലും പിന്നെ പണ്ട് എനിക്ക് ഒരു 30 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു അല്ലേ, ഓണത്തിന് എല്ലാവരും ഓർമ്മയുണ്ടല്ലേ? കൊല്ലായി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, കൊറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50 പേരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നത്തെ സാഹചര്യം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴും അതിന്റെ ആ നല്ല മെമ്മറീസ് ഒക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അപ്പൊ ഇനിയും അന്ന് ഞങ്ങള് പിള്ളേരായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പിള്ളേർക്ക് അതുപോലെ അതിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും കാണാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവട്ടെ. ഇപ്പൊ എല്ലാവരും കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കല്യാണങ്ങൾക്ക് പറഞ്ഞില്ല, ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കൂടാനൊരു അവസരം ഉണ്ടാവട്ടെ, യാത്രകളൊക്കെ പോകാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വല്യമ്മ, അതുപോലെ മറ്റു വല്യമ്മമാര്, പിന്നെ എൻ്റെ അമ്മ, കൊച്ചമ്മ, ചേട്ടന്മാര്, ചേട്ടനുണ്ട്, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കലാശേട്ടൻ, ചാച്ചൻ, അതുപോലെ അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇങ്ങനൊരു കുടുംബ സമൂഹവും ആസൂത്രണം ചെയ്യാൻ തോന്നിയ കലാശേട്ടനും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും നൽകിയ ചാച്ചനും അതിന് നന്ദി അറിയിക്കുകയാണ്.
ഇതുപോലെ തുടർന്ന് ഇതേപോലുള്ള കുടുംബസംഗമങ്ങൾ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ 5-6 മാസം കൂടുമ്പോഴും ഇതുപോലെ ആസൂത്രണം ചെയ്ത് നടത്താൻ എല്ലാവർക്കും സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും. ഒരു പ്രാവശ്യം ഞങ്ങൾ വേണമെങ്കിൽ തൃശ്ശൂർക്ക് എല്ലാവരും ക്ഷണിക്കാം. അടുത്ത കുടുംബസംഗമം നമുക്ക് തൃശ്ശൂർ നടത്താൻ എല്ലാവരും തൃശ്ശൂർക്ക് വരാം. കൂടുതലായിട്ടും പറയില്ല, എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു. നമ്മുടെ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷൻ കൊച്ചിച്ചൻ, പിന്നെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വലിയ നമസ്കാരം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഈ വീട്ടിലേക്ക് മരുമകളായി ആദ്യം കടന്നു വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അച്ഛൻ പാപ്പനും അമ്മയും ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് എപ്പോഴും നമുക്കൊരു വീട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം വരുന്നത് നമ്മുടെ മുതിർന്ന ആൾക്കാർ നമ്മളോട് പെരുമാറുന്നത് അനുസരിച്ചായിരിക്കും. പാപ്പനും അമ്മയും നമ്മളെ എല്ലാവരും ചേർത്ത് പിടിച്ച വ്യക്തിത്വങ്ങളാണ്. അപ്പൊ കൊച്ചിനായാലും അന്ന് അമ്മമാരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് എല്ലാവരും വരും. അങ്ങനെ ഓണം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്, വെക്കേഷൻ ആണല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഇവിടെ നല്ല രസങ്ങളായിരുന്നു. 1995 കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഒരു 5 വർഷത്തോളം നമുക്ക് ഇവിടെ ഈ തറവാട്ടിൽ വന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എല്ലാവരും കൂടെ നിന്നു. നമ്മള് ടൂർ പോവാറുണ്ട്. അന്ന് പാപ്പനെ കൈപിടിച്ച് പോയതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷത്തിൽ അവർ രണ്ടുപേരെയും ഓർക്കുന്നൊപ്പം തന്നെ നമ്മുടെ അമ്മാവനെയും വലിയമാവനെയും. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ പാപ്പൻ നടക്കാവുന്ന സമയത്തൊക്കെ അവിടേക്ക് വരും. ഒപ്പം തന്നെ അമ്മാവനും സമയം കഴിഞ്ഞാൽ എത്തിയില്ലെങ്കിൽ എന്താണ് വരാത്തെ എന്നൊക്കെ അന്വേഷിക്കും. അതുപോലെ തന്നെ ആഴ്ചയിലെങ്കിലും ഈ വീട്ടിൽ വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് ആ അമ്മനെ കാണണം എന്നുള്ള ഞാൻ കഴിഞ്ഞ ഈ 26 തുടങ്ങിയപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇട്ടു, എല്ലാവരെയും കാണാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ നമ്മുടെ ഫാബുലസ് ഫാമിലിയിൽ ഇട്ടിരുന്നു. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ ദൈവം തന്ന ഒരു അനർഘ നിമിഷമാണ് ഇത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വൈഷ്ണവി, അതായത് നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു അവശേഷിപ്പ് നമ്മുടെ എഴുത്തിലൂടെയാണ് ശരിക്കും വരിക. നമ്മുടെ ഇതിൽ നിന്ന് അധികം എഴുത്തുകാരന്മാരോ ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു അവശേഷിപ്പാണ് നമ്മൾ എഴുത്തിലൂടെ വരുന്നത്. അത് യാത്രാവിവരണമാകുമ്പോൾ അവളുടെ ശരിക്കും സ്വതസിദ്ധമായ ശൈലിയിലാണ് എഴുതിയിരിക്കണേ. അപ്പോ സിമ്പിളാണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫീലിംഗ് നമ്മൾ പോയതുപോലെ തന്നെ തോന്നും. അതിലൂടെ പോയപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങളും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത ശാലിനിയെയും അനൂപിനെയും ഈ നിമിഷത്തിൽ അവൾ നന്നായി ഓർത്തു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുണ്ടാകുന്നത്. അതായത് ഗുരുത്വം എന്ന് പറയുന്നത് അവൾ നന്നായി നമ്മളോട് ഇത് കാണിച്ചു. അതിന് വൈഷ്ണവിയോട് നന്നായി അവളുടെ ആ ഇൻസ്പിറേഷൻ നമുക്ക് മനസ്സിലാകും. അതുപോലെ നമ്മുടെ ഈ തലമുറയിൽ നിന്നും ഇനിയും ആൾക്കാരുണ്ടാകട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൊച്ചിന് പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടുത്തെ ഒരു ശരിക്കും അതായത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ആരുമില്ല. അപ്പൊ ഞാനൊക്കെ തന്നെയാണ് നിൽക്കണമെങ്കിലും കൊച്ചിനും അവരെല്ലാവരും ഒരു സൂപ്പർവൈസറി ഗ്രേഡിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു IAS IPS ഇതെല്ലാം നമുക്ക് നമ്മളുടെ ഒരു കുടുംബത്തിൽ നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൂടെ നമ്മൾ ഭരണതലത്തിലേക്ക് എത്തപ്പെടണം. നമ്മൾക്ക് മിക്കവാറും ഓഫീസിലൊക്കെ കാണാൻ പറ്റുന്നത് നമ്മളുടെ ജാതികളുടെ ഷോഷിപ്പുകളാണ്. ഇപ്പൊ എൻ്റെ ഓഫീസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മിക്കവരും തന്നെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് വരാത്തത്. പക്ഷേ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ കയറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത തലമുറ അതിൽ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിൽ ഇത്രയും സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച ചാച്ചനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉള്ളത് ഒരു വീടാണ്. എൻ്റെ പിന്നെ അതിനുശേഷം എൻ്റെ ഓരോ എന്താ പറയുക അതിനുശേഷമുള്ള ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രത്യേകം എനിക്ക് ഓർമ്മ വരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. വൈഷ്ണവിനെ പ്രത്യേകം
അഭിനന്ദിക്കുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചിരുന്നു. അവരുടെ മനോഹരമായിട്ട് അല്ലെങ്കിൽ അവരുടെ രീതികളിൽ അത് എഴുതിയത്, പിന്നെ അതിന് പ്രത്യേകം പ്രോത്സാഹനം കൊടുത്ത അനൂപിനും ഷാനിക്കും പ്രത്യേകം അഭിനന്ദനം പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഷൈനി വിളിച്ചു. ഷൈനിയുടെ മകള് യൂറോപ്പിൽ പഠിക്കാൻ പോകുന്നതിനായിട്ട് യൂണിവേഴ്സിറ്റി അവളെ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ നിൽക്കുന്നു. അതൊരു വലിയ വ്യത്യാസമാണ്. ഇന്നലെ നമ്മളുടെ ആൾക്കാരുണ്ടായിരുന്നത് വലിയൊരു വ്യത്യാസമാണ് അങ്ങനെ അവള് ചെയ്തത്. അതിന് അവളെ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അതിന് ചെയ്ത ഷൈനി അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം ചെയ്തത് അതൊരു വലിയ കാര്യമാണ്. അപ്പോ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വൈഷ്ണവ് ബുക്ക് എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് താല്പര്യം വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കോളേജിൽ രക്ഷിക്കാം. പക്ഷെ വായിക്കാൻ നല്ല താല്പര്യമുണ്ട്. മുമ്പ് ഞാൻ അച്ഛനും അമ്മയും യൂസ് പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് എഴുതിയിട്ട് പബ്ലിഷ് ഒന്നും ചെയ്തില്ല. പക്ഷെ പെൻ പേപ്പറായിട്ട് എഴുതി കുറെ വരച്ചൊക്കെ ചെയ്തിട്ട് സ്കാൻ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക്. അതൊക്കെ എവിടെ ഇരിപ്പുണ്ടാവോ, അവിടെ തൃശ്ശൂർ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും അച്ഛൻ എടുത്ത് വെച്ചിട്ട്. അവിടെ ഇപ്പോ അച്ഛനൊന്നും ഇല്ലാത്തതിന്റെ സങ്കടമുണ്ട്. അത് ഇപ്പൊ എല്ലാരും വന്നതിലും കണ്ടതിലും സന്തോഷം. അപ്പൊ ബാലിചേച്ചി പറഞ്ഞ പോലെ ഈ കുടുംബത്തേക്ക് രണ്ടാമത് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. ഇതിനു മുമ്പ് ഇവിടെ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബ സംഗമമായിട്ടല്ലായിരുന്നു അത് സംഘടിപ്പിക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു. എനിക്ക് കൂടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ഫോട്ടോയും വന്ന് ഐക്യതയെ ഞങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ വേദി ഇത് മുതിർന്ന നമ്മുടെ കൂട്ടത്തിൽ അന്നും ഒറ്റത്തിൽ തന്നെ എല്ലാ കാര്യവും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടിരുന്ന വ്യക്തിത്വം തന്നെയായിരുന്നു. ഇന്നും ആ പറ്റത്തിൽ കൂടിയുണ്ട്. അതുപോലെ തന്നെ സദസ്സിലും വേദിയിലും ഇതിൽ എല്ലാവർക്കും എൻ്റെ പ്രണാമം. വൈഷ്ണവി ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയതായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇവിടെ ഞാൻ കണ്ടു. പക്ഷെ എനിക്കറിയില്ല, വായിക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇത് സപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഇങ്ങനെ ഒരു യാത്രാവിവരം ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു കേട്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. നമ്മൾ അങ്ങനെ തട്ടി സ്ക്രോൾ ചെയ്ത് വിട്ടതല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കാനൊന്നും പോയില്ല. കാരണം കുറേ നാളുകൾ കൊണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ അറന്നറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പാപ്പൻ്റെയും അമ്മയുടെയും മരണശേഷം ശരിക്കും പറയാം ബന്ധങ്ങൾ ഒരുപാട് അനുഭവിക്കും. വിഷമമുണ്ട്, ഇത് പറയണമെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കുടുംബത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പല പ്രശ്നങ്ങളുണ്ടായി. കുടുംബത്തിൽ പലരും അകന്നു പോയി. ഇപ്പോഴും പലരും അകന്നു നിൽക്കുന്നു. അതിൻ്റെ ഒരു അവശേഷിപ്പാണ് നമ്മൾ അതേ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാനിവിടെ ഒന്ന് കയറുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വീട് അതുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനൊരു വീട് പാപ്പൻ്റെ ശ്രമം, പാപ്പനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് പാപ്പൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുക. എനിക്ക് വൈഷ്ണവിനെ പറ്റി പറയാനുള്ള വൈഷ്ണവി എനിക്ക് എഴുതണം. നല്ല രീതിയിൽ എഴുതി നല്ല എനിക്കറിയില്ല വൈഷ്ണവി എഴുതുന്ന കാര്യങ്ങളും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇവിടെ വെച്ചാണെന്നെല്ലാം ഞാൻ അറിയുന്നതിന് ഞാൻ കുറെ നാളുകൊണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് അകന്നു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അളിയൻ ഇങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടായ ശരിക്കും പറഞ്ഞാല് കുടുംബ ബന്ധങ്ങൾ അരക്ക് തറപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സന്ദർഭം ഈ കുടുംബ സംഗമത്തിലൂടെ മാത്രമാണ്. ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾ പരസ്പരം അറിയാൻ വയ്യാതെ നമ്മൾ ആരാന്ന് വഴി വെച്ചുണ്ടാക്കാൻ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും അങ്ങനെ തന്നെ മൊബൈലിന്റെ ഒരു അധിനിവേശം ഇതിനകത്തുണ്ട്. വീട്ടിൽ വന്നാൽ പോലും നമ്മുടെ
സ്വന്തം കുടുംബത്തിൽ നിന്ന് വീട്ടിൽ വന്നാൽ പോലും കുട്ടികൾക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കാണുന്നത് നമ്മുടെ പല കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും മൊബൈലിന്റെ പിന്നിലാണ്. ഇപ്പൊ വൈഷ്ണവി ഇപ്പൊ ഈ കാണിച്ചൊരു ശരിക്കും പറഞ്ഞാൽ തിരിച്ച് നമ്മുടെ പഴയ ഇതിലേക്ക് പോകുന്നത് വായനയിലൂടെ എഴുത്തിലൂടെ മാത്രമേ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. മൊബൈലിലൂടെ ഒരിക്കലും ബന്ധങ്ങളുണ്ട്, അതൊക്കെ തകർന്നു പോകുന്ന ബന്ധങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു സംരംഭം വൈഷ്ണവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ചേർന്നിരിക്കുന്ന ഇത് ഇത്രയാളല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഇതുപോലെ സംഗമങ്ങൾ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂടി പോകുമ്പോൾ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അത് ഇനിയെങ്കിലും ഇതേമാതിരി തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ കാരണവസ്ഥാനത്ത് ഇരിക്കുന്ന കൊച്ചത്തിനും പിന്നെ വലിയേറ്റി പിന്നെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൽ ആരോടാണ് നന്ദി പറയേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് നമുക്ക് പലർക്കും ഇന്ന് പല അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണമെന്ന് വെച്ചാൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളൊരു തെളിവാണ്. പലർക്കും കല്യാണം ഉണ്ടാവും, മരണാവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഇന്ന് എൻ്റെ കൂടെ കുറേ വർഷങ്ങൾ ജോലി ചെയ്ത ഒരു സ്റ്റാഫിൻ്റെ മകൻ്റെ കല്യാണമാണ്. ഞാൻ കല്യാണം വിളിച്ച് അന്ന് തീരുമാനിച്ചാണ് പോകുന്നത്. കാരണം തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ആരുടെ ഹെൽപ്പില്ലാണ്ട് തന്നെ എനിക്ക് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് കലേശൻ ഇങ്ങനൊരു ആഗ്രഹം ഇത് പറഞ്ഞത്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കലേശനോടാണ്. അതിന് ശേഷം അതിന് പിന്തുണച്ചാൽ ബാക്കി എല്ലാവരും. പിന്നെ അക്കുനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളിങ്ങനെ എപ്പോഴും ഈ കടലാസിൽ ഇങ്ങനെ കുത്തി എഴുതും. ഞാൻ ഇടയ്ക്ക് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇവളുടെ പുസ്തകങ്ങൾ അതിട്ട് വായിക്കുമ്പോൾ ഇവള് പറയും ഡയറിയാണ് അത് വായിക്കാൻ പാടില്ലാന്ന് പറയും. നീ എന്ത് എഴുതിയാലും ഞാനതെടുത്ത് വായിക്കും, നീ വിളിച്ചു വയ്ക്കില്ലാന്ന് പറയും. പക്ഷെ വായിക്കാനായിട്ട് ഇവള് ഇങ്ങനെ എഴുതും. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവാണ്ടുണ്ട്. പക്ഷെ ഈ പുസ്തകം ഞാൻ വായിച്ചത് 2-3 ആഴ്ച എടുത്തിട്ടാണ് വായിച്ചത്. കാരണം പിന്നെ ഞാനും കൂടി അതിൽ ആ യാത്രയിൽ പങ്കെടുത്തത് കൊണ്ട് വായിക്കുമ്പോൾ എനിക്ക് ഇതാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. പക്ഷെ എല്ലാ വാക്കുകളും അർത്ഥം കിട്ടില്ല. അപ്പൊ മൊബൈൽ എടുത്ത് വെച്ച് ഗൂഗിളിൽ നോക്കിയിട്ട് അർത്ഥം എഴുതി. പണ്ട് പഠിക്കുന്ന കാലത്ത് പോലും ഇത്രയും ചെയ്തിരുന്നില്ല. ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ച് അതിൻ്റെ അർത്ഥം എഴുതി വെച്ചിട്ട് വീണ്ടും വായിക്കും. അങ്ങനെ ഒരു ലെറ്റർ പാഡ് നിറച്ച് ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിനെനിക്ക് അക്കൂസിന്റെ സഹായം വേണ്ടി വന്നു കുറെ വാക്കുകൾ പഠിക്കാനായിട്ട്. പിന്നെ വായന എനിക്ക് തോന്നുന്നത് അവൾക്ക് വായന കിട്ടിയത് ശാലിനിയിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൾ നന്നായി വായിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ തൊട്ട് തന്നെ അവൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ അവിടെ മീനിങ്ങൊക്കെ ഡിക്ഷണറി നോക്കിയിട്ട് മലയാളത്തിന്റെ പോലും അവൾ ഡിക്ഷണറി നോക്കിയിട്ടാണ് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് അവൾ മനസ്സിലാക്കാറുള്ളത്. ആ ശീലം അവൾക്ക് കിട്ടിയത് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. അച്ഛൻ നല്ലൊരു വായന ആയിരുന്നു. പണ്ട് ഞങ്ങള് അവിടെ മോളത്തേക്ക് ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ശാലിനിയുടെ അച്ഛൻ എപ്പോഴാണ് ചെന്നതിന് അന്ന് ബാലരമ കളിക്കുടുക്ക അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെയാണല്ലോ പിള്ളേര് വായിക്കുന്നത്. അതിന്റെ ചിലപ്പോൾ പുസ്തകം മുഴുവനായിട്ട് അവിടെ ഉണ്ടാവില്ല, ഒരു കടലാസൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ഇയാൾ അത് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. അതിന് ചേച്ചിയും ചേട്ടനും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. മണി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം ഈ കടലാസ് വായിച്ചിരിക്കുള്ളൂ, സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു ശീലമാണ് അവർക്ക് കിട്ടിയത്. പിന്നെ അനൂപ് വായിക്കുമെന്ന് ചെറുപ്പത്തിലേക്ക് വായിക്കുമെന്നുള്ള കാര്യം, അനൂപ് വായിക്കുന്ന കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അനൂപ് ഒരു പുസ്തകങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. അത് കൂടുതലും ഈ ഫിനാൻസ് സംബന്ധമായിട്ടും ട്രേഡിങ് അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പണ്ടും ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഗുണങ്ങൾ കൂടിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പൊ ഈ ഒരു പുസ്തകം മാത്രമല്ല, വേറൊരു ചെറിയൊരു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ പ്രകാശനമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയില്ല. അത് സിമ്പിൾ ഇംഗ്ലീഷാണ്. ഇത് കഷ്ടപ്പെട്ടിട്ട് തന്നെ വായിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ച് അതിന്റെ ഫോണ്ട് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫോണ്ടാണ്. അപ്പൊ ആ പുസ്തകം എല്ലാവരും വായിക്കണം. അവൾക്ക് വേണ്ട പ്രോത്സാഹനം ഇപ്പൊ കിട്ടി കഴിഞ്ഞു. ഇതൊരു സർപ്രൈസ് ആയിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശാലിനിക്കും അനൂപിനും അക്കുവിനും മാത്രമാണ് അറിയാതിരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഈ നമ്മൾ അന്ന് കുടുംബസംഗമം നടത്തിയത് അത് ബോംബെയിലുള്ള ആൾ മാത്രമാണ് ഇല്ലാതിരുന്നത്. ബാക്കി നമ്മളെ എല്ലാ മക്കളും കൂടിയിട്ടാണ് 3 ദിവസമായിട്ട് അന്നത്തെ സംഗമം. അത് ഒരിക്കലും
ഒരിക്കലും മറക്കില്ലായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇടയ്ക്ക് നോക്കാറുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളൂ, അതുകൊണ്ട് നോക്കുമ്പോൾ ഓരോ ഓർമ്മകൾ വരും. പിന്നെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇങ്ങനെയായി പോയത്. അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി ഓണം വിഷു അല്ലാതെ കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് വർഷത്തിലൊരിക്കലും 6 മാസം കൊണ്ടുള്ള അത് നടക്കണ കാര്യമല്ല. അപ്പൊ വർഷത്തിലൊരിക്കലും ന്യൂ ഇയറിലോ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ കൂടാനുള്ള ഒരു അവസരം അത് കലേശനെ തന്നെ ചുമതലപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ ഈ തലമുറയിൽ എനിക്ക് തോന്നുന്നത് കലേശനാണ് അതിന് കുറച്ചും കൂടി ഒരു ഇത് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ മോശക്കാരായിട്ടല്ല, എന്നാലും അവനത് എടുത്തത് അവൻ എന്ത് തോന്നി. ഇപ്പൊ ബാലു പറഞ്ഞ മാതിരി ബാലു അന്ന് പ്രാദേശിക ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അത് അവരുടെ കുടുംബത്തിൽ അവരുടെ വീട്ടിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബാലുവിന് പറഞ്ഞ മാതിരി പാപ്പനെയും അമ്മേനെയും അവൾക്ക് അത്രയും അവളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു നല്ല നല്ല ഓർമ്മകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവളങ്ങനെ ആ ഒരു മെസ്സേജ് ഇട്ടത്. അതിന് പിന്താങ്ങി കലേശനും മക്കളും ചെയ്തു. അപ്പൊ അതുപോലെ എല്ലാവർക്കും തോന്നണം വീണ്ടും ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണം. അതിപ്പോ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കും ചെയ്യാം, പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും പ്രാപ്തിയല്ലാന്ന് എനിക്ക് സ്വയം ഇപ്പൊ തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ തോന്നുകയാണ് ഞാനും മുൻകൈ എടുത്ത് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഥവാ തോന്നിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്ത് കൊല്ലത്തിലൊരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കാനായിട്ട് എല്ലാവർക്കും മനസ്സുണ്ടാവണം. എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നന്ദി. എല്ലാവരും നല്ല ഐശ്വര്യത്തോടും ഒക്കെ ആയിരിക്കണം. അപ്പൊ എല്ലാവരും അപ്പൊ ഇപ്പൊ ഈ ഇങ്ങനെ പോണെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനും ഞങ്ങൾ 4 ചേർത്തിയനിമാരും ഒരു 2 പ്രാവശ്യം ഈ അടുത്തായിട്ട് കൊച്ചിനെ കാണാൻ പോയി. അങ്ങനെ കാണാൻ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ വല്ലത്ത് പോവാന്നൊക്കെ ഉള്ള ആ ഒരു ഇതല്ല, ആ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് ഇവിടെ അറിയുമ്പോൾ തോന്നാറുള്ളത്. അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് പോകുമ്പോൾ നടക്കില്ല. അപ്പൊ ഞങ്ങൾ 4 ആളും കൂടിയിട്ട് അങ്ങനെ പോകും. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അന്നും കൊച്ചച്ഛനാണ് കാരണവരും. പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അന്നും കൊച്ചച്ഛനാണ് കാരണവരും കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും. ഇന്നും കൊച്ചച്ഛനായിട്ട് നിൽക്കണം. അത് അങ്ങനെ ആ ഒരു കാരണവസ്ഥാനത്ത് ഇരിക്കാനായിട്ടും ഇനി അത് ഒരുപാട് കാലം ജീവിച്ചിരിക്കാനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു.
എന്നെ പറഞ്ഞില്ല. വിളമ്പാനോ സച്ചിച്ചാച്ചൻ അതുകൊണ്ടാ പറയാം. ബാംഗ്ലൂർ ഇച്ചിരി ബിസിയാണ്. നല്ല 2 ദിവസം കഴിച്ച് പേരിനിട്ട് അധികം കഴിച്ചാൽ ഞാൻ മണിച്ചേട്ടൻ മരിച്ച ഒരാഴ്ചത്തിന് കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ പാടാം. അവളുടെ കഞ്ഞിയോട്ടെ ചിക്കൻ കൂട്ടി കഴിക്കണോ? ചിക്കൻ കൂട്ടി കഴിക്കണോ? ഏതാ സാമ്പാർ? ഇത് പൊടിച്ചെടുക്കുന്നത് ഇവിടെ ഇത് സാലഡ് ഇത് വേണോ? സാലഡ് വേണോ? നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ. ഇത് ആവശ്യം വരാറില്ല. ഒരു റൗണ്ട് കൂടി. ഞാൻ പ്രകാശനിൽ മേടിക്കില്ലേ? ആ ഓക്കെ.
എന്നെ കഴിഞ്ഞ ട്രിപ്പിൽ കയറ്റിരുത്തി. വീഡിയോയാ, ഫോട്ടോ അല്ല. ഇന്നൂസ് ഓട്ടെ ഓട്ടെ ഔട്ട് 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 അതിശക്തരായ 5 പേര് 6 പേരാണ്. സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി ആലോചിക്കുക. അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. 4 ശക്തരായ ആൾക്കാരാണ് ഓടി ഓടി നിർത്തുക. കുറച്ച് ഓടാവുന്നതാണ്.
ആരും ഉദ്ദേശിച്ച് എല്ലാവരും 10 മിനിറ്റോളം തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോൾഡൻ ടെക്കിൽ പോന്നിട്ട് രണ്ടുപേര് പോയത് അച്ഛനും മോനോ വിളിച്ചു പറയാൻ നടത്തുന്നുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞിരിക്കല്ലോ. ഇനി തിരിച്ചോളൂ. അവിടെ കഴിഞ്ഞോ? ഓ ഇവിടെ ഒരാൾ ചാടണ്ടായോ? ചാടിക്കോ ചാടിക്കോ. ഇറക്കണ്ട ഇറക്കണ്ട, ഇത് പയ്യെ ചാടിക്കോ.
നിന്റെ പല്ലിടിക്കുന്ന ഒച്ചയോടെ കേക്കാലോ. പിടിക്കാതെ എവിടെ കളിച്ചാറാ ആരെ കളിച്ചപ്പ പിന്നെ കളിച്ചു പൊട്ടിച്ചെടുക്ക പഠിച്ച അതെ ഞാൻ കൈ കൊണ്ട് കുറച്ചിട്ട് പോരാ നൈസായിട്ട് ആരും കാണാതെ നിന്ന് പിടിച്ചോ. ചടങ്ങ് ഇവിടെ കൊടുത്ത് കുടുങ്ങാണല്ലോ. ഇന്നൊക്കെ ദഹിക്കുന്നു. ആ സെക്കൻഡ് 50,000-ന്റെ 1 ലക്ഷം ഉള്ള 50,000-ന്റെ 50,000 രൂപ സെക്കൻഡ് പ്രൈസ്. ആ സിഗ്നലിനെ കാണിച്ചത് ഫോട്ടോയ്ക്ക് 50 രൂപ. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 സ്റ്റാർട്ട്. കൈ കൊണ്ട് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ തറവാടാണ്. 65 കൊല്ലം പഴക്കമുള്ള തറവാടാണ്. വേറെ ഒന്നും നമ്മൾ പറയാൻ കാര്യങ്ങളൊന്നും ഇതിലെ കാണിച്ചിട്ട് പിന്നീട് സൗണ്ട് ഇതിലെ പോലെ തറവാടിൻ്റെ കേൾക്കണ കേൾക്കല്ലോ. വീട്ടിൽ കഥകളൊന്നും പറയുന്നില്ല. കഥകളൊക്കെ വഴി എഡിറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാവനായിട്ട് ഇതാണ്. അതുകൂടെ കയറി അതും ഒരു കുഴപ്പമില്ല. ബാബാ അല്ല മേത്തേക്ക് കയറൂലേ നമുക്ക് ഈ മൃഗങ്ങളുടെ ഒരു ഇത് അതൊക്കെ ഇടിഞ്ഞോണ്ട് വീഴുവോ?
ഇതുണ്ടാകും സൗണ്ട് പിടിക്കണല്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പറിനെ അറിയാൻ പറ്റില്ല. പാമ്പ് കണ്ട പഴയ കാലത്ത് തറവാടാണ് കുറച്ച് കൊച്ചിയിലോട്ട് സൗണ്ട് പിടിക്കുമ്പോൾ പിടിപ്പിക്കാം. പ്രേതമംഗള ഷൂട്ട് ചെയ്യണവരുണ്ട്. അവർ ഷൂട്ടിങ് സിനിമ എടുക്കാതെ ഷൂട്ടിങ് സീരിയൽ എടുക്കല്ലേ. മോനെ ചെരുപ്പിട്ടുള്ള അതിൻ്റെ ഉള്ളൊക്കെ നിന്റെ കടിയിൽ ഒളിച്ചു കിടക്കും. ഇല്ലാതെ പാമ്പ് പാടി പോയില്ലേ. പാമ്പുണ്ടാകുന്നത് പോയത് അതൊക്കെ ഇത് ഇത്രയും വലിയ വീടായിരുന്നല്ലേ. പാപ്പിന്റെ അമ്മയുടെ മുറിയില്ലേ, പാപ്പിന്റെ അമ്മയുടെ മുറി നല്ല വലിപ്പുണ്ട് വീട്. ഇത് വലിപ്പുണ്ട്. പണ്ടൊക്കെ ഇത്രയും കാലത്തുള്ള തറവാട്ടിൽ പ്ലാവുമ്പോൾ കട്ടിയൊക്കെ ഉണ്ടോ, പ്ലാവുമ്പോൾ കട്ടി ഇഷ്ടം പോയി കട്ടുണ്ടാവുന്ന പ്ലാവാണ്. പാപ്പനോ